10th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ മാറുന്ന ഭൂമി. ബാഹ്യജന്യ ചലനങ്ങളെ അപക്ഷയം, അപരദനം, വഹനം, നിക്ഷേപണം, ഭൂദ്രവ്യ ശോഷണം എന്നിങ്ങനെ മൂന്നാക്കി. ഗുരുത്വാകർഷണ ബലം, താപവ്യതിയാനം, തന്മാത്രാ സമ്മർദ്ദം, രാസജൈവ പ്രവർത്തനം എന്നിവയാണ് അപക്ഷയത്തിന് കാരണം. ഇനി ഒഴുകുന്ന ജലം, ഹിമാനി, കാറ്റ്, തിരമാല എന്നിവയുടെ ഗതികോർജം, ഭൂഗർഭജലത്തിൻ്റെ പ്രവർത്തനം എന്നിവയാണ് അപരദനം, വഹനം, നിക്ഷേപണം എന്നിവയെ സഹായിക്കുന്നത്. ഭൂദ്രവ്യ ശോഷണത്തിന് ഗുരുത്വാകർഷണ ബലമാണ് കാരണമായ ബലം. എന്താണ് അപക്ഷയം? ചില ബാഹ്യജന്യ പ്രക്രിയകളുടെ ഫലമായി ശില ഭൗതികമായി പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ ശിലകൾ രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങളുണ്ടാക്കുന്ന പ്രക്രിയയെ അപക്ഷയം എന്ന് വിളിക്കുന്നു. അപക്ഷയത്തെ ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. ഭൗതിക അപക്ഷയം താപവ്യതിയാനം മൂലം ശിലാധാതു സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശിലകൾ പൊടിയുന്നതിന് കാരണമാകുന്നു. കൂടാതെ ശിലകളിലെ വിള്ളലുകളിൽ ജലം തണുത്തുറയുന്നതുകൊണ്ട് വിള്ളൽ വികസിച്ച് ക്രമേണ ഇത് ശില പിളരുന്നതിന് കാരണമാകുന്നു. ഇതാണ് ഭൗതിക അപക്ഷയം. ഇനി രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെയൊക്കെ പ്രവർത്തന ഫലമായി ശിലകൾ രാസപരമായി വിഘടിക്കുന്നത് രാസിക അപക്ഷയം. സസ്യങ്ങളുടെ വേര് ശിലയിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജനിത അവശിഷ്ടങ്ങൾ ജീർണിക്കുന്നതുമെല്ലാം ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകുന്നു. ഇതാണ് ജൈവിക അപക്ഷയം. ഇനി അപരദനം, വഹനം, നിക്ഷേപണം ആണ് ബാഹ്യജന്യ ചലനങ്ങളിൽ രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഭൂദ്രവ്യ ശോഷണം. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.